Hi dear students, welcome to the new session of Management Science. Management Science-ന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീനിയർ പ്രോഗ്രാമിംഗിന്റെ സിംപ്ലെക്സ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിംപ്ലെക്സ് മെത്തേഡിൽ ഡുവാലിറ്റി മെത്തേഡാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡുവാലിറ്റി മെത്തേഡ് എന്നുള്ളത് നോക്കാം. Duality describes the LP problem exists in pairs. So every linear programming problem has another LPP which is related to it. നമ്മുടെ അടുത്ത് ഒരു LPP പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു LPP പ്രോബ്ലം കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഡുവാലിറ്റി മെത്തേഡിൽ പറയുന്നത്. അതായത് എല്ലാ LPP പ്രോബ്ലത്തിനും പെയറായിട്ട് മറ്റൊരു LPP പ്രോബ്ലം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ദിസ് റിലേറ്റഡ് LPP is called dual problem. അങ്ങനെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ആ ഒരു LPP പ്രോബ്ലത്തെയാണ് നമ്മൾ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് ദ ഒറിജിനൽ LPP പ്രോബ്ലം ഈസ് കോൾഡ് പ്രൈമൽ പ്രോബ്ലം. അപ്പോൾ ഒറിജിനൽ LPP പ്രോബ്ലത്തിന് പ്രൈമൽ പ്രോബ്ലം എന്നും, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വരുന്ന ഒരു LPP പ്രോബ്ലം ഉണ്ട്, ആ ഒരു LPP പ്രോബ്ലത്തിന് പകരമായിട്ട് വരുന്ന പ്രോബ്ലത്തിന് നമ്മൾ ഡുവൽ പ്രോബ്ലം എന്നും പറയും. As per the duality theorem, for every maximization or minimization problem in linear programming, there is a unique similar problem of minimization or maximization involving the same data which describe the original problem. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള, അതിന് പകരമായിട്ടുള്ള, സിമിലർ ആയിട്ടുള്ള ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ അടുത്തൊരു മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലവും ഇതേ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡുവാലിറ്റി തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഡുവാലിറ്റി തിയറിയിൽ പറയുന്നത് ഒരു LPP പ്രോബ്ലത്തിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു LPP പ്രോബ്ലം ഉണ്ട്. ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ഉണ്ട്. ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മിനിമൈസേഷൻ പ്രോബ്ലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഡുവാലിറ്റി തിയറിയിൽ പറയുന്നത്. ഇത് ഡുവാലിറ്റി തിയറിയുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. When the primal has n variables and m constraints, the dual has m variables and n constraints. ഒരു പ്രൈമലിന്, അതായത് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന് n വേരിയബിൾസും അതേപോലെ തന്നെ m കൺസ്ട്രൈൻസും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം n ആണ്, അതേപോലെ തന്നെ കൺസ്ട്രൈൻസിന്റെ എണ്ണം m ആണെന്നുണ്ടെങ്കിൽ ഡുവൽ, അതായത് നമ്മുടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതിന് എന്താ പറയുക, ഈക്വൽ ആയിട്ടുള്ള, പാരലൽ ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഡുവൽ പ്രോബ്ലത്തിന്റെ വേരിയബിൾസ് എന്തായിരിക്കും? m ആയിരിക്കും. കൺസ്ട്രൈൻസ് ആണ് ഇവിടെ m, അതെന്ത് ചെയ്യും? വേരിയബിൾസിലേക്ക് മാറും. n കൺസ്ട്രൈൻസ് ആണ്, വേരിയബിൾസ് എന്ത് ചെയ്യുന്നു? കൺസ്ട്രൈൻസ് ആയിട്ട് മാറുന്നു. അതായത് 4 വേരിയബിൾസ് ഉള്ള ഒരു പ്രൈമൽ പ്രോബ്ലം, ഒരു ഒറിജിനൽ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡുവൽ പ്രോബ്ലം ആയിട്ട് വരുന്നതിന് എന്തായിരിക്കും? 4 കൺസ്ട്രൈന്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ ഇവിടുത്തെ വേരിയബിൾസിന്റെ എണ്ണമാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രൈൻസുകളായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ കൺസ്ട്രൈൻസുകളുടെ എണ്ണമാണ് എന്ത് ചെയ്യുന്നത്? ഡുവലിന്റെ വേരിയബിൾസിന്റെ എണ്ണമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദി കൺസ്ട്രൈൻസ് ഓഫ് ദി പ്രൈമൽ ആർ ആൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ എല്ലാ പ്രൈമലിന്റെ കൺസ്ട്രൈൻസുകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ വെയിൽ ദ കൺസ്ട്രൈൻസ് ഫോർ ദ ഡുവൽ ആർ ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എല്ലാതിന്റെയും ഡുവലിന്റെ എന്താവും? അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും, ഓപ്പോസിറ്റ് ആയിട്ട് മാറും. മൂന്നാമതായിട്ട് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫോർ ദ പ്രൈമൽ ഈസ് ടു മാക്സിമൈസ് വെൽ ദ ഒബ്ജക്റ്റീവ് ഫോർ ദ ഡുവൽ ഈസ് ടു മിനിമൈസ്. അപ്പോൾ പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഡുവലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. All variables for either problem are restricted to be non-negative. എല്ലാ വേരിയബിൾസും എന്ത് ചെയ്യും? നോൺ നെഗറ്റീവ് ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കിയിട്ട് മാറ്റുന്നതായിരിക്കും. ഫോർ എവറി പ്രൈമൽ കൺസ്ട്രൈന്റ് ദർ ഈസ് ഡുവൽ വേരിയബിൾ. എല്ലാ പ്രൈമൽ കൺസ്ട്രൈന്റുകൾക്കും ഡുവൽ വേരിയബിൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാ പ്രൈമൽ കൺസ്ട്രൈന്റുകളും, പ്രൈമലിലെ എല്ലാ കൺസ്ട്രൈന്റുകളും എന്തായിരിക്കും? ഡുവലിൽ എത്തുന്ന സമയത്ത് അത് വേരിയബിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഫോർ എവറി പ്രൈമൽ വേരിയബിൾ ദർ ഇസ് ഡുവൽ കൺസ്ട്രൈന്റ്. എല്ലാ പ്രൈമൽ വേരിയബിളുകളും അതേപോലെ തന്നെ എന്തായിരിക്കും? ഡുവലിൽ അത് കൺസ്ട്രൈന്റുകളായിട്ട് മാറും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? എല്ലാം ഇന്റർചേഞ്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അതിന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന് അതിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇഫ് ദ പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ ദെൻ ദ ഡുവൽ ഈസ് മിനിമൈസേഷൻ ആർ വൈസ് വേഴ്സ. സോ പ്രൈമൽ മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മിനിമൈസേഷൻ ആക്കി മാറ്റണം. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ ഡുവൽ പ്രോബ്ലം കം ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യന്റുകൾ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യന്റ്, ഇപ്പൊ മാക്സ് z ഈക്വൽ ടു 2x1 പ്ലസ് 3x1, അപ്പൊ 2, 3 ഇതെന്താണ്? അതിന്റെ കോഎഫിഷ്യന്റുകളാണ്. അല്ലെ, ഈ കോഎഫിഷ്യന്റുകൾ വരുന്നത് ഡുവൽ പ്രോബ്ലത്തിൽ എവിടെ നിന്നാണ് വരിക? അത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം. ഒറിജിനൽ പ്രോബ്ലത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ്, അതുപോലെ
വലതുഭാഗത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് നമ്മൾ കൺസ്ട്രൈന്റുകളുടെ എഴുതുമല്ലോ അല്ലെ. അപ്പൊ നമ്മൾ 1x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതും. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റുകളായിട്ട് എഴുതുന്നത്. Then the inequalities in the constraint are to be reversed. Inequalities ആയത് ലെസ് ദാൻ ആണെങ്കിൽ അപ്പുറത്തെത്തുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ അത് ലെസ് ദാൻ ആയിട്ട് മാറും. ദി നമ്പർ ഓഫ് വേരിയബിൾ ഇൻ ദ ഡ്യുവൽ പ്രോബ്ലം ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഇൻ ദ ഒറിജിനൽ പ്രോബ്ലം. അതേപോലെ തന്നെ ഡ്യുവൽ പ്രോബ്ലത്തിലെ കൺസ്ട്രൈൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രൈൻസുകളുടെ എണ്ണമായിരിക്കും. അതേപോലെ തന്നെ ഡ്യുവൽ പ്രോബ്ലത്തിലെ വേരിയബിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലത്തിലെ കൺസ്ട്രൈൻസുകളുടെ എണ്ണമായിരിക്കും. ആണ് നമ്മൾ നേരത്തെ ഫീച്ചറിലും പറഞ്ഞത് അല്ലെ. അത് ഇവിടുത്തെ കൺസ്ട്രൈന്റുകളാണ് എന്ത് ചെയ്യുന്നത്, അപ്പുറത്ത് വേരിയബിൾ ആയിട്ട് മാറുന്നത്. ഒറിജിനൽ പ്രോബ്ലത്തിന്റെ വേരിയബിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡ്യുവൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രൈൻസുകളായിട്ട് മാറുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഇൻ ദ ഡ്യുവൽ പ്രോബ്ലംസ് ഇൻ ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ ഒറിജിനൽ പ്രോബ്ലം. അതേപോലെ തന്നെ ഡ്യുവൽ പ്രോബ്ലത്തിലെ കൺസ്ട്രൈൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ വേരിയബിൾസിന്റെ എണ്ണമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം, അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം, ആ പ്രൈമൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്യുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റീവിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിന്റെ കോഎഫിഷ്യന്റുകൾ എന്ന് പറയുന്നത് എന്താണ്, അത് ഡ്യുവൽ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യണം, അത് റൈറ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇനീക്വാലിറ്റീസ് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ ഡ്യുവൽ പ്രോബ്ലത്തിന്റെ വേരിയബിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രൈൻസിന്റെ എണ്ണമായിരിക്കും. അതേപോലെ തന്നെ ഡ്യുവൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രൈൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ വേരിയബിൾസിന്റെ എണ്ണമായിരിക്കും. ഇതാണ് ഈ ഒരു സ്റ്റെപ്പിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിന്റെ പ്രോബ്ലം വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് എന്നുള്ളത്. പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഡുവാലിറ്റി മെത്തേഡിലെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. മിനിമൈസ് z ഈക്വൽ ടു 12,000x1 plus 8,000x2 subject to constraints 8x1 plus 2x2 greater than or equal to 24, 18x1 plus 2x2 greater than or equal to 20, 14x1 plus 6x2 greater than or equal to 18, 20x1 plus 80x2 greater than or equal to 40, then x1 x2 greater than or equal to 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം. സോ ഈ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ ഒറിജിനൽ പ്രോബ്ലം, അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഈ ഒരു ഒറിജിനൽ പ്രോബ്ലത്തെയാണ് നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പ്രൈമൽ പ്രോബ്ലത്തെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പുതിയ പ്രോബ്ലത്തെ, അതായത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സിമിലർ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഡുവാലിറ്റി തിയറിയിൽ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോബ്ലത്തെയാണ് നമ്മൾ എന്ത് പറയാന്ന്, ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അങ്ങനെ കിട്ടുന്ന ആ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം. ഈ പ്രൈമൽ പ്രോബ്ലത്തെയാണ് നമ്മൾ ഡുവൽ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അതിന്റെ ഫീച്ചേഴ്സിലും അതിന്റെ സ്റ്റെപ്സിലും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേ പ്രോബ്ലത്തെ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ എടുത്തെഴുതുകയാണ്. ഇവിടേക്ക് താഴേക്ക് ഒന്നും കൂടെ എടുത്തെഴുതുന്നു. സോ മിനിമൈസ് z ഈക്വൽ ടു 12,000x1 plus 8,000x2 സബ്ജക്ട് ടു കൺസ്ട്രൈൻസ്. ജസ്റ്റ് ഞാൻ അതിലെ ഒബ്ജക്റ്റീവിനെയും അതേപോലെ തന്നെ ആ കൺസ്ട്രൈൻസിനെയും ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവില് മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡുവൽ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, മാക്സിമൈസേഷൻ ആയിരിക്കും അല്ലെ. സോ നമുക്കിവിടെ മാക്സിമൈസേഷൻ ആണ് വരുന്നത്. സോ ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ നോട്ട് ചെയ്യുന്നു, മാക്സിമൈസേഷൻ ആണ് നമുക്ക് ആൻസറിൽ കിട്ടേണ്ടത്. ഓക്കെ, സോ മാക്സിമൈസേഷൻ ഇവിടെ നമുക്ക് z ആണ്. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡുവൽ പ്രോബ്ലത്തിനകത്തേക്ക് വരുന്ന സമയത്ത് അത് g എന്നായിട്ട് മാറും. ഓക്കെ, സോ മാക്സ് g. ഇവിടെ മിനിമൈസ് z ആണ്, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സ് g എന്നാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻസ് നമുക്കിവിടെ 4 കൺസ്ട്രൈൻസുകളാണുള്ളത് അല്ലെ. ഈ ഓരോ കൺസ്ട്രൈൻസുകളിൽ ഞാനൊരു പേര് നൽകുന്നു. ഇതിന് ഞാൻ y1 എന്ന് നൽകുന്നു, ഇതിന് y2 എന്ന് നൽകുന്നു, ഇവിടെ y3 എന്ന് നൽകുന്നു, സോ y4. ഓക്കെ, 4 കൺസ്ട്രൈൻസുകളാണ് നമുക്കുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിലും അതേപോലെ തന്നെ സ്റ്റെപ്സിലും ഒക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ ഡുവൽ പ്രോബ്ലം ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഇൻ ദ ഒറിജിനൽ പ്രോബ്ലം. അപ്പൊ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രൈൻസിന്റെ എണ്ണമായിരിക്കും നമ്മുടെ ഡുവൽ പ്രോബ്ലത്തിന്റെ, അല്ലെ നമ്മുടെ ഡുവൽ പ്രോബ്ലം ഇവിടെ എഴുതാൻ പോവാണ്.
ആ ഡുവൽ പ്രോബ്ലത്തിന്റെ എന്തായിട്ട് വരിക, വേരിയബിൾസിന്റെ എണ്ണമായിട്ട് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ വേരിയബിൾസിന്റെ എണ്ണം നമുക്ക് എവിടുന്നാണ് കിട്ടുക, നമ്മുടെ ഒബ്ജക്റ്റീവിൽ നിന്നാണ് കിട്ടുക അല്ലെ. സോ മാക്സ് ജി ഈക്വൽ ടു നമ്മുടെ എണ്ണം, ഇവിടെ വരുന്ന എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്മുടെ ഒബ്ജക്റ്റീവിൽ നമ്മൾ എഴുതുമല്ലോ, എണ്ണം എന്ന് പറയുന്നത് ഈ കൺസ്ട്രൈൻസുകളുടെ എണ്ണമാണെന്നാണ് പറയുന്നത്. സോ എഴുതുന്നത് നോക്കുക, ഈ ഒരു രീതിയിലാണ് ഞാൻ എഴുതുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഎഫിഷ്യന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ ഡുവൽ പ്രോബ്ലം കം ഫ്രം ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം. ഇതാണല്ലോ നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം. സോ നമ്മുടെ ഡുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂസ് ആണ്. അതായത് ഈ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ കോഎഫിഷ്യന്റുകളായിട്ട് എഴുതുന്നത്. സോ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കോളൂ. മാക്സ് ജി ഈക്വൽ ടു 24y1, നമ്മൾ എക്സ് അല്ല അവിടെ ഉപയോഗിക്കുക, ഡുവൽ പ്രോബ്ലത്തിൽ y ആണ് ഉപയോഗിക്കുക. ഓക്കെ, സോ 24y1 പ്ലസ് 20y2, ഓക്കെ, ദെൻ പ്ലസ് 18y3 പ്ലസ് 40y4. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വേരിയബിൾസ് എന്ന് പറയും. സോ ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, 1 2 3 4 അല്ലെ, 4 വേരിയബിൾസ് ആണുള്ളത്. എത്രയാണ് നമുക്ക് ഒറിജിനൽ പ്രോബ്ലംസിലെ കൺസ്ട്രൈൻസുകൾ, 1 2 3 4. സോ നമ്മുടെ സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യം എന്താണ്, ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ ഡുവൽ പ്രോബ്ലം, നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ ഡുവൽ പ്രോബ്ലം ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഇൻ ദ ഒറിജിനൽ പ്രോബ്ലം. കൺസ്ട്രൈൻസിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിട്ടുണ്ട് അല്ലെ. ആ ഒരു കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ മിനിമൈസേഷൻ ആണ്, അത് മാക്സിമൈസേഷൻ ആവും. അവിടെ z ആണ്, അത് എന്ത് ചെയ്തു, g ആയിട്ട് മാറി. ദെൻ നമ്മൾ എഴുതുന്ന വേരിയബിൾസും അതിന്റെ കോഎഫിഷ്യന്റ് ആണ്. വേരിയബിൾസ് ഈ രീതിയിൽ നമ്മൾ ഓരോ ഇക്വേഷനും y1 y2 y3 എന്നുള്ള ഓർഡർ നൽകുക. അതിനുശേഷം അതിന്റെ കോഎഫിഷ്യന്റുകൾ നമ്മൾ എഴുതേണ്ടത് ആ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കഴിഞ്ഞിട്ട് വരുന്ന ആ റൈറ്റ് സൈഡിലെ വാല്യൂസ് ആണ് എഴുതേണ്ടത്. സോ ആ രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബ്ജക്ട് ടു കൺസ്ട്രൈൻസുകളാണ് അല്ലെ. സോ സബ്ജക്ട് ടു കൺസ്ട്രൈൻസ്, സബ്ജക്ട് ടു കൺസ്ട്രൈൻസ്, കൺസ്ട്രൈൻസുകൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദി നമ്പർ ഓഫ് കൺസ്ട്രൈൻസ് ഇൻ ദ ഡുവൽ പ്രോബ്ലം. കൺസ്ട്രൈൻസുകൾ, ഡുവൽ പ്രോബ്ലത്തിലെ കൺസ്ട്രൈൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ ഒറിജിനൽ പ്രോബ്ലം അല്ലെ. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ വേരിയബിൾസിന് ഈക്വൽ ആണെന്നുള്ളതാണ്. എത്ര വേരിയബിൾസ് ആണ് നമുക്ക് ഒറിജിനൽ പ്രോബ്ലത്തിലുള്ളത്, x1 x2, 2 വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസ്ട്രൈൻസുകളുടെ എണ്ണം, അതായത് ഇക്വേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നുള്ളത് നോക്കിക്കോളൂ. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ആ ഒരു പാർട്ട് എടുത്തിട്ടാണ് എഴുതുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പാർട്ട് എടുത്ത് എഴുതുന്നു. സോ 8y1 പ്ലസ് 18y2 പ്ലസ് 14y3 പ്ലസ് 20y4. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. 8y1 പ്ലസ് നമ്മൾ നേരത്തെ കോഎഫിഷ്യന്റ് എഴുതി അതേപോലെ തന്നെ 18y2 പ്ലസ് 14y3 പ്ലസ് 20y4. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കൺസ്ട്രൈന്റ് ആയിട്ട് വരുന്നത്. ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ആ സൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നിടത്തും നമ്മോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിൽ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വൈസ് വേഴ്സ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഈ പുറത്ത് വരിക, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അത് നമ്മുടെ സൊല്യൂഷനിൽ എഴുതേണ്ടത്, ആൻസർ എത്രയാണ് എഴുതേണ്ടത് എന്നുള്ളത്. സോ അത് എത്രയാണ്, നമ്മുടെ ഈ ഒരു എമൗണ്ട് ആണ്, ഒബ്ജക്റ്റീവിലെ ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ 12,000. ക്ലിയർ? ഓക്കെ, ചെയ്തത് ഒന്നാമത്തെ കൺസ്ട്രൈന്റ് ചെയ്തത് നമ്മൾ ഈ എല്ലാ കൺസ്ട്രൈന്റുകളുടെയും ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ 8y1 18y2 14y3 20y4 അത് നമ്മൾ അങ്ങനെ എഴുതി. ദെൻ ലെസ് ദാൻ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് എല്ലാത്തിലും. സോ നമ്മളിവിടെ ലെസ് ദാൻ ആക്കിയിട്ടുണ്ട്. ദെൻ 12,000 അത് ഇവിടുന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഫസ്റ്റ് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ എഴുതുന്നു. രണ്ടാമത്തെ ഇക്വേഷനും ഇതേപോലെ തന്നെ എഴുതുന്നു. അതായത് 2y1, ഓക്കെ, അതേ രീതിയിൽ 2y1 പ്ലസ് 2y2, ഓക്കെ, 2y2 പ്ലസ് 6y3 പ്ലസ് 80y4.
then less than or equal to എല്ലാം ഗ്രേറ്റർ ദാൻ ആണ്. സോ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 8000. ഓക്കെ, സോ രണ്ടാമത്തെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 8000. സോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മുടെ കൺസ്ട്രൈൻസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോൺ നെഗറ്റീവ് സെറ്റ് ചെയ്യണം. സോ y1, y2, y3, y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഡുവൽ പ്രോബ്ലം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്ന ഈ രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടെ പറയുന്നു. ഇവിടെ നമുക്ക് ഒറിജിനൽ പ്രോബ്ലത്തിൽ മിനിമൈസേഷൻ ആയിരുന്നു, അത് നമ്മൾ ഡുവൽ പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് മാക്സിമൈസേഷൻ ആക്കി എഴുതുന്നു. ദെൻ സെഡിന് പകരം ജി എഴുതുന്നു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും നമ്മുടെ വേരിയബിൾസും ആണ്. അത് നമുക്ക് നമ്മോട് പറഞ്ഞിട്ടുണ്ട് എത്ര കൺസ്ട്രൈൻസ് ആണോ അത്രയും വേരിയബിൾസ് ആണ് നമുക്ക് വരിക. സോ നമ്മുടെ ഓരോ ഇക്വേഷനും ഇതുപോലെ y1, y2, y3 നൽകുക. അതിനുശേഷം അതിന്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂസ് അതാണ് നമ്മുടെ കോഎഫിഷ്യൻസ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം നമ്മൾ അതിന്റെ കൺസ്ട്രൈൻസുകൾ എഴുതുന്നു. കൺസ്ട്രൈൻസുകൾ നമ്മൾ നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രൈൻസുകൾ തന്നെയാണ് എടുത്ത് എഴുതുന്നത്. പക്ഷെ അത് എഴുതുന്ന രീതി ഒരു വ്യത്യാസമുണ്ട്. 8y1, 18y2, 14y3 ഇങ്ങനെ ഓരോ കൺസ്ട്രൈൻസുകളുടെയും ഓരോ വേരിയബിൾസ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഓരോ കോഎഫിഷ്യന്റുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിലെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് സൊല്യൂഷൻ ആക്കി മാറ്റി എഴുതിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം രണ്ടാമത്തും അതുപോലെ എഴുതി ദെൻ നോൺ നെഗറ്റീവ് കൺസ്ട്രൈൻസുകൾ സെറ്റ് ചെയ്തു. ഇത്രയാണ് ഡുവൽ പ്രോബ്ലം അല്ലെങ്കിൽ ഡുവാലിറ്റി മെത്തേഡ് പ്രകാരം നമ്മൾ ഒറിജിനൽ പ്രോബ്ലത്തിന് പ്രൈമൽ പ്രോബ്ലത്തിന്റെ ഒരു ഡുവൽ പ്രോബ്ലം നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഇനീക്വാലിറ്റി ഓഫ് കൺസ്ട്രൈൻസ്. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. മാക്സിമൈസ് z ഈക്വൽ ടു 4x1 പ്ലസ് 3x2 സബ്ജക്ട് ടു കൺസ്ട്രൈൻ 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16, 4x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, ദെൻ x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ഒരേ സിമ്പിൾ ആയിരുന്നു അല്ലെ. എല്ലാത്തിലും നമുക്ക് ലെസ് ദാൻ ആണ് വന്നിരുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ആയിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എല്ലാ കൺസ്ട്രൈൻസുകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത്. അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. ഇത് നമ്മുടെ പ്രോബ്ലത്തിന് ഇങ്ങനെ മിക്സഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് ലെസ് ദാൻ ആണ് പിന്നെ ഒന്ന് ഗ്രേറ്റർ ദാൻ ആണ് ഇങ്ങനെ മിക്സഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇതിനെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ റിവേഴ്സ് കൊടുക്കാൻ സാധിക്കില്ല അല്ലെ. കോമൺ ആയിട്ട് എല്ലാത്തിനും കാരണം നമ്മൾ ഇതിൽ നിന്നും എടുക്കുന്നുണ്ട് ഇതിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യും എല്ലാം ഒരു ഈക്വലിലേക്ക് അതായത് ഒരേപോലെയുള്ള ഒരു പിന്നെ കൺസ്ട്രൈന്റുകൾ ആക്കിയിട്ട് മാറ്റും. ഒരേ സിമ്പിൾസ് ഉള്ള ഒരു കൺസ്ട്രൈൻസുകൾ ആക്കിയിട്ട് മാറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എല്ലാ പിന്നെ കൺസ്ട്രൈൻസുകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മാക്സിമൈസേഷൻ ആണ് പ്രോബ്ലം എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ നമ്മുടെ കൺസ്ട്രൈൻസുകൾ എല്ലാതും എന്താണ് വരേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് സാധാരണഗതിയിൽ വരേണ്ടത്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലാത്തത് വന്നാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് -1 കൊണ്ട് നമ്മൾ ബോത്ത് സൈഡ് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഈ 10നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ -1 കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനെ ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് ലെസ് ദാൻ ആക്കിയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു 4x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. എന്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്? നമുക്ക് മാക്സിമൈസേഷൻ ആണ് പ്രോബ്ലം, ലെസ് ദാൻ ആണ് സിമ്പിൾസ് വരേണ്ടത്. ഇവിടെ ഗ്രേറ്റർ ദാൻ വന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ലെസ് ദാൻ ആക്കി മാറ്റുന്നത്. എങ്ങനെയാണ് മാറ്റുന്നത്? നമ്മൾ രണ്ട് സൈഡിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് -1 ഇൻറ്റു -1 ഇൻറ്റു ഈ ഒരു ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ വരിക? -4x1 -x2 ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എന്നുള്ള എന്ത് ചെയ്യും ലെസ് ദാൻ ആയിട്ട് മാറും. ദെൻ -10 ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. സോ നമ്മൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനി ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഇപ്പോഴത്തെ ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സ് z ഈക്വൽ ടു 4x1 പ്ലസ് 3x2 ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ സബ്ജക്ട് ടു കൺസ്ട്രൈൻസ് നമുക്ക് വരുന്നത് 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ദെൻ അതേപോലെ തന്നെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് -4x1 മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10. ദെൻ x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്യുവൽ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഡ്യുവൽ പ്രോബ്ലം ഇതാണല്ലോ നമ്മുടെ പ്രൈമൽ പ്രോബ്ലം. ഇതാണ് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം. സോ ഇതിന് നമ്മൾ ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
ഡുവൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ മാക്സ് സെഡ് എന്നുള്ളത് എന്താവും, മിനിമൈസ് ജി എന്നുള്ളതാവും അല്ലെ. മാക്സ് സെഡ് എന്നുള്ളത് മിനിമൈസ് ജി എന്നാവും. സോ മിൻ ജി ഈക്വൽ ടു ദെൻ 16 അല്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഇനി വ്യത്യാസമൊന്നുമില്ല. മിനിമൈസ് ജി ഈക്വൽ ടു 16y1 മൈനസ് 10y2. ഓക്കെ, മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് 10y2. ദെൻ നമ്മുടെ കൺസ്ട്രൈൻസുകൾ സബ്ജക്ട് ടു കൺസ്ട്രൈൻസ് എങ്ങനെയാണ് വരിക, നമ്മൾ 2x1 എന്നുള്ളത് 2y1 ദെൻ മൈനസ് 4y2 ദെൻ എന്ത് ചെയ്യും നമുക്ക് 4 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ലെസ് ദാൻ ആണ്, സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഈ രീതിയിലേക്ക് മാറും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് 3y1 മൈനസ് 1y2 അല്ലെ. സോ y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ y1 y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ രീതിയിലാണ് നമ്മുടെ ഡുവൽ പ്രോബ്ലം വരിക. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇനീക്വാലിറ്റി ഇങ്ങനെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ഡുവാലിറ്റി മെത്തേഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈക്വൽ ടു നമ്മുടെ കൺസ്ട്രൈൻസിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.